നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നാണെന്നറിയാവോ, നമ്മൾ വെല്ലിംഗ്ടൺ പോയിട്ട് വന്നില്ലേ? വെല്ലിംഗ്ടൺ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പലരും ചോദിച്ചു ആ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ അതിനായിട്ട് പപ്പയെന്ന് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ട്രിപ്പ്? നല്ല എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. കാരണം നമ്മൾ ട്രെയിനിൽ പോകുന്നല്ലോ, ട്രെയിനിന്റെ കുറച്ച് വീഡിയോ. അതെ ഞാൻ ട്രെയിൻ ജേണി തന്നെ ഞാൻ പറഞ്ഞത് നല്ല യാത്രയായിരുന്നു. കാരണം ന്യൂസിലൻഡിന്റെ ഭംഗി മുഴുവൻ നമുക്ക് കാണാനും ആസ്വദിക്കാനും, പിന്നെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മുടെ റൂറൽ ഏരിയയിൽ കൂടെ പോരുമ്പോഴുള്ള ഫാമുകൾ, അതുപോലത്തുള്ള ഗ്രീനറി, നല്ല ലാൻഡ്സ്കേപ്പ്, ഇതൊക്കെ നമുക്കൊരു രസകരമായൊരു കാഴ്ച തന്നെയാണ്. അതിനകത്ത് ഒരിക്കലും ഒരു ഇതും പറയത്തില്ല, നല്ല വർത്തായിട്ടുള്ള ഒരു ട്രിപ്പാണ്. പിന്നെ നമ്മുടെ അതിന്റെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പം നമ്മൾ അങ്ങോട്ട് പോയത് ഇതിനാണല്ലോ, ഫ്ലൈറ്റിനാണല്ലോ പോയത്. നമുക്ക് $79 അല്ലേ ഫ്ലൈറ്റ്? അങ്ങോട്ട് നമുക്ക് ഫ്ലൈറ്റ് നമ്മൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്ലൻഡിൽ നിന്ന് വെല്ലിംഗ്ടൺ കുറച്ച് ചാർജ് കൂടുതലാണ്. അതെയോ, 79 അല്ലായിരുന്നോ? അല്ല, ഫ്ലൈറ്റിനല്ല, ഞാൻ പറഞ്ഞ ട്രെയിനിന് തിരിച്ചു പോന്നപ്പോ നമുക്ക് 249 ആയിരുന്നു. അങ്ങോട്ട് പോവാണെങ്കിൽ എനിക്കൊന്ന് 599 അത്ര പൈസ വരും. അതുകൊണ്ടാണ് അത് ബുക്ക് ചെയ്യായിരുന്നത്. നമ്മളെ നമ്മളിവിടെ താമസിക്കുന്ന നമുക്ക് ഇതില് അങ്ങോട്ട് പോയി കാണുന്നതും അവിടെ ഇങ്ങോട്ട് വന്ന് കാണുന്നതും തമ്മിൽ 250 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. നമ്മള് ബേസിക് എടുത്തോണ്ട് പിന്നെ ആ എക്സ്ട്രാ എടുക്കുവാണെങ്കിൽ, സീനിക്ക് എക്സ്ട്രാ എടുക്കുവാണെങ്കിൽ ലഞ്ച് ഡ്രിങ്ക്സ് ഒക്കെ അവര് സെർവ് ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളൊന്നും എനിക്കൊന്നും പോകണ്ട, ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കും ടേബിളുണ്ട്, പക്ഷെ അതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ക്ലോത്തോ പിന്നെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വാട്ടർ ബോട്ടിലും ഹെഡ്ഫോണും ഒക്കെ തരും. അവർക്ക് വാട്ടർ ബോട്ടിലും ഒരു വൈൻ ഗ്ലാസ് ഒക്കെ സെറ്റ് വൈൻ കൊടുക്കുമായിരിക്കും. പിന്നെ രാവിലെ സാൻഡ്വിച്ചും ലഞ്ചും അങ്ങനത്തെ, ഈവനിങ് ഒരു കോഫി എപ്പോഴും സെർവ് ചെയ്യുമായിരിക്കും. കോഫിയോ ടീ ഒക്കെ എപ്പോഴും സെർവ് ചെയ്യുമായിരിക്കും. അങ്ങനത്തെയൊക്കെയുള്ള വ്യത്യാസമുള്ളൂ. അതിനു വേണ്ടി നല്ല $200 കൂടുതൽ കൊടുക്കണം. അതിനെത്ര വരുന്നത്? 550. അല്ല, അത് ഇതിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നോ? $250യും $300 ഡിഫറൻസിനുള്ള അതിനുള്ള ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിച്ചാൽ അറിയില്ല. മിക്കവാറും തന്നെ ഈ ടൂർ പാക്കേജ് വന്നേക്കുന്നവരൊക്കെ അല്ല അങ്ങനെയല്ലേ കണ്ടേക്കുന്നത്. മീൻസ് ന്യൂസിലൻഡേഴ്സിനേക്കാളും പുറത്തുനിന്നൊക്കെ While you're on the viewing deck, you must stay well within the railings at all times, as we will be passing through tunnels and alongside other freight trains and line side extension without notice. Anything lost over the side of the train, unfortunately, again, the children must be accompanied by an adult while going on the viewing deck. Band at the top of the overhead screens when the commentary is playing. The commentary will activate and point out areas of interest throughout the journey. If you need any assistance, please. നമുക്ക് ഫുഡ് മേടിക്കാൻ പറ്റും. മെനു തരും, നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് മെനു തരും. നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ പ്രീ കുക്ക്ഡ് മീൽ നമ്മൾ ഫ്ലൈറ്റിൽ കിട്ടുന്ന പോലെ തന്നെ അവിടെ കിട്ടും. പിന്നെ അവിടെ നമുക്ക് ഓർഡർ ചെയ്ത് അവിടെ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. ആ ഒരു കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് കിച്ചന്റേതും പിന്നെ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഒത്തിരി സമയം ആ ഏരിയ യൂസ് ചെയ്തിരുന്ന മാത്രമേ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് മീൻസ് പീക്ക് ടൈമിൽ, ലഞ്ചിന്റെ പീക്കിലൊക്കെ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അവര് മൂന്നാരോട് പറയുന്നില്ല എങ്കിൽ പോലും ഒരു കട്ടസിയുടെ ഭാഗത്ത് എല്ലാവരും എണീറ്റ് പോകാറുണ്ട്. കാരണം മറ്റുള്ളവർ നിൽക്കുന്ന കാണാം എന്നൊക്കെ അറിയാലോ, അവരിയ്ക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ന്യൂസിലൻഡിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതിനകത്തൊന്നും ആരും ഞാനിവിടെ ഇരുന്ന് ഞാൻ ഏക്കിയില്ല അങ്ങനത്തെ മസിലെടുത്തൊന്നും ഇവിടെ ആർക്കുമില്ല. അല്ല, 4 നമുക്ക് 3 നമ്മുടെ ഇതിൽ തന്നെ നോർമൽ ബുക്കിങ്ങിന്റെ ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ശ്രീനിക്ക് എക്സ്ട്രാടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം കഫേയും അല്ല ഓപ്പൺ അല്ല, കഫേയും പിന്നെ ഡൈനിങ്ങും ഒക്കെ കൂടെ അങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഓപ്പൺ ആയിട്ട്, പക്ഷെ അതത്ര വലുതൊന്നും അല്ലായിരുന്നു. അത് ഏറ്റവും ബാക്കില് ചെറുതായിട്ടുണ്ട്. ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. നമ്മുടെ ബാക്കിൽ ഫ്രണ്ടിലത്തേത് വർക്ക് ചെയ്യുന്നില്ലെന്നല്ലേ നമ്മളോട് പറഞ്ഞത്. അത് ആ ഡോർ തുറക്കാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞു. അതെ, അങ്ങനെയായിരുന്നു. നമ്മുടെ ഇവിടത്തെ മാത്രമേ ഇപ്രാവശ്യം തുറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു.
ഇനി അതാ പുറത്തിങ്ങനെ നിൽക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു അല്ലെ? അപ്പയാണെങ്കിൽ ഒത്തിരി പേര് നടപ്പിരുന്നു. അവിടെ നമ്മുടെ അമ്പാട്ടുണ്ട് നമ്മുടെ ഇരിക്കുന്നതിന്റെ കൊച്ചിന് തൊട്ടടുത്തല്ലായിരുന്നു. അപ്പൊ നമുക്ക് വളരെ ഇതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് വെല്ലിംഗ്ടണിൽ നിന്ന് ഇവിടം വരെ 11 മണിക്കൂർ. നമ്മള് പാപ്പക്കുറയിൽ ഇറങ്ങിയത് കൊണ്ട് 10 മണിക്കൂറൊക്കെ ഇറങ്ങാൻ പറ്റി. അരമണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അത്ര സിറ്റിയിലേക്ക് പോകണ്ടേ. നമുക്ക് വീടിനോട് അടുത്തുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇതിന് നമ്മളെ ഒത്തിരി സ്റ്റോപ്പില്ലല്ലോ ഈ ട്രെയിൻ. എനിക്ക് തോന്നുന്നു ഇതിന് 10 സ്റ്റോപ്പാണ്, 8-10 സ്റ്റോപ്പാണ്. രണ്ടിടത്ത് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റി. ബാക്കി എല്ലായിടത്തിലും സ്റ്റോപ്പ് ചെയ്ത് കയറ്റിയത് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഇറങ്ങുന്നതാണല്ലോ ആംബ്ലട്ടനും പപ്പക്കുറ പിന്നെ ഓക്ലൻഡ് സിറ്റി അത്ര 3 നമ്മുടെ ഈ അടുത്ത ഇതിനകത്ത് 200 കിലോമീറ്ററിന്റെ ഉള്ളിൽ പിന്നെ നല്ലൊരു അനുഭവം. ആർക്കും പിള്ളേരെയും കൊണ്ട് പോകുമ്പോ ഇച്ചിരി ലോങ് ആണ്. പക്ഷെ 2 ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ 15 മണിക്കൂർ ഇച്ചിരി പിള്ളേർക്ക് ഒരു സ്വല്പം ബുദ്ധിമുട്ട് വരും. പിന്നെ അവർക്ക് അതുപോലത്തെ ഒരു ആ ഏജിലുള്ള ഒരു 2 ഫാമിലിയാണ്. അവർക്ക് പിള്ളേർക്ക് കളിക്കാനും അവർക്ക് നടക്കാനും അവരോട് ഇച്ചിരി പുറത്തുകൊണ്ട് കാറ്റ് കുടിക്കാനും അങ്ങനത്തെ ഉള്ള പിന്നെ ഉണ്ടായിരുന്നു. ബോറടിക്കേണ്ട ഒരു സാഹചര്യം പിള്ളേർക്ക് വരത്തില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ ആ ഇതിനുള്ളിൽ ഇരിക്കുന്ന ഇച്ചിരി മടുപ്പുണ്ടാവും. നമ്മളതുകൊണ്ട് അവരോട് എഴുന്നേറ്റ് പോകാനും അതിന് സമയം കണ്ടെത്തിയാൽ മതി. അല്ലാതെ കൊച്ചു പിള്ളേരോടൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല എന്നും പറയാം. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പശുവിനെ ആടിനെ ഒക്കെ കണ്ടോണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് മുഴുവൻ സമയം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഹെഡ്സെറ്റ് തരും. നമ്മളത് കേട്ടിട്ടിരിക്കുവാണെങ്കിൽ പിന്നെ ന്യൂസിലൻഡിന്റെ ഹിസ്റ്ററിയും പിന്നെ ഈ ട്രെയിൻ ഉണ്ടാക്കിയ കാര്യങ്ങളും ഈ റെയിൽവേ ക്രോസ് ഉണ്ടാക്കിയ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്ന നമ്മൾ നല്ല അട്രാക്ഷൻ വരുമ്പം അതിനെപ്പറ്റി ഒരു ഇത്ര മീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ 1 കിലോമീറ്ററിനുള്ളിൽ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജിനെ പറ്റി ഇത് പറയും. അല്ലെങ്കിൽ നല്ലൊരു ഇന്നസീനിക് സ്ഥലത്തൂടെയാണ് പോണത്, അല്ലെങ്കിൽ നാഷണൽ പാർക്കിന്റെ അടുത്തൂടെയാണ് പോണത്. ഇങ്ങനെയുള്ളത് തരുമ്പോൾ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ ചാനലുകളൊക്കെ ചെയ്യുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവരും ഒരു ജാപ്പനീസ് ആണ് വീഡിയോ മീൻസ് എന്തോ ഒരു മീഡിയ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇത് ചെയ്യാറുണ്ട്. കാണാൻ മെയിനായിട്ട് പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ ടങ്ങിലോറോ നാഷണൽ പാർക്കിന്റെ ഇതിലൂടെ പോകുന്നത്. പിന്നെ നമുക്ക് അങ്ങനെയുള്ള ആ സർക്കിൾ ഇത് കാണാൻ പറ്റും. അത് വലിയൊരു അഗാധമായ ഗർത്തമൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനാണ്. അതെ, വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ? പിന്നെ ഒരു പ്രൗഢി തോന്നും. വളരെ അതിന്റെ ഒരു പിന്നെ അതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് ചെന്ന് കാണുമ്പോൾ അവിടെ ഒരു ഗാന്ധി പ്രതിമ ഉണ്ടാക്കി വെച്ചില്ല. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. ഗാന്ധിജിയുടെ പ്രതിമയാണ് അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗാന്ധിജിയായിരുന്നു. അതെ, ഗാന്ധിജിയുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു സ്റ്റാച്ചു ഉണ്ട്. വേറെ സ്റ്റാച്ചുകൾ ഒന്നുമില്ല എന്നുള്ളതാണ്. ഗാന്ധിജി മാത്രമല്ല വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് എല്ലാവരും നോക്കിയുള്ളത്. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇതിന്റെ ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇത് ഗ്രേറ്റ് ജേർണീസ് എന്ന് പറയുന്ന ടിവി റെയിൽ. അതുപോലെ ഇതിപ്പം നോർത്ത് ഐലൻഡിലെയാണ് വെല്ലിംഗ്ടണിൽ നിന്ന് ഓക്ലൻഡിലേക്കുള്ളത്. സൗത്ത് ഐലൻഡിൽ വേറെ ഉണ്ട്. അതിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു നമുക്ക് മീൻസ് ബോർഡിംഗ് പാസ് നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ പേയ്മെന്റ് എല്ലാം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കൺഫേം ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് മീൻസ് അന്ന് എത്ര മുമ്പ് ചെല്ലാൻ പറയാം, 15 മിനിറ്റ് അല്ലേ നമുക്ക് ബോർഡിംഗ് പാസ് തരാൻ വേണ്ടി. അത് ബോർഡിംഗ് പാസ് മേടിക്കുക, നമ്മുടെ ഇതിൽ പോയിരിക്കുക, അത്ര ഇതേ ഉള്ളൂ. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെയാണ് ശരിക്കും നമ്മൾ ഫ്ലൈറ്റിലെ പോലത്തെ തന്നെയുള്ള ആ ഒരു രീതിയിൽ തന്നെയൊക്കെയുള്ള. പിന്നെ നമുക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ ഇരുന്നോണ്ട് തന്നെ പോരണം. കണ്ടോണ്ട് പോരാനുള്ളതാണല്ലോ, സീനിക് ഡ്രൈവ് എന്നാണല്ലോ ഇതിന് പറയുന്നത്. അതുകൊണ്ട് ഇരുന്നോണ്ട് പോരണം. പിന്നെ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ അറിയാമല്ലോ, നല്ല ഗ്ലാസ് ഇതിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തം കാണാം. പിന്നെ നല്ല സീറ്റിംഗ് ആണ്, ഒരു നല്ലൊരു എന്താണ് ലക്ഷറി എക്സ്പീരിയൻസും ആണ്. എന്നാൽ വലിയ പൈസ ഉണ്ടോ അതുമില്ല. പിന്നെ ഒരു പ്രാവശ്യം ശരിക്കും ഇതിന് വർദ്ധന. പിന്നെ സൗത്ത് ഐലൻഡിൽ അത് വേറൊരു ബ്യൂട്ടിയാണ്. പർവ്വതനിരകളൊക്കെ കണ്ടിട്ട് അത് വളരെ നല്ലതാണ്. ഇതിനേക്കാളും രസമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് സമയമാണ് വരുന്നത്. അപ്പൊ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടാൻ അത്ര എളുപ്പത്തിൽ ചിലപ്പോൾ ക്രിസ്മസ് സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഗ്രേറ്റ് ജേർണീസ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്, ഞങ്ങൾ എടുത്തത്. അപ്പം പല സൈറ്റിലും കാണും. പിന്നെ ഇപ്പം ഇതുണ്ട് കേട്ടോ,
ഗ്രാബോണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിലാണെങ്കിലും നമുക്ക് എപ്പോഴും നല്ല ഡീല് കിട്ടും. പക്ഷെ നോക്കിയിരിക്കണം, നമ്മളൊന്ന് ഇച്ചിരി ഒരു 3-4 months പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കിട്ടും. ഫാമിലിക്കായിട്ട് പോകുന്നവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് പൈസ അല്ലെങ്കിൽ കുറവുണ്ട്. 171 കണ്ടായിരുന്നു ജൂലൈയിലായിരുന്നു. അതും അവര് ഇയർ എനിക്ക് അണ്ടർ 15 വരെ പൈസ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഇതുണ്ട്. പ്ലസ് നമ്മൾ ഇതിലൊക്കെ എടുക്കുവാണെങ്കിൽ ഡീൽ എടുക്കുവാണെങ്കിൽ വളരെ അഫോർഡബിൾ രീതി ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കി എടുക്കുവാണെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്ക് വളരെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടതാണ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ റെക്കമെൻഡേഷൻ അതാണ്. 1908 ഈ റെയിൽവേ പണി തീർന്നിരിക്കുന്നത്. വെല്ലിംഗ്ടണിൽ നിന്ന് ഓക്ലൻഡിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഈ റെയിൽവേ പണി തീർക്കുവാൻ വേണ്ടി 30 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. ഈ ജേർണിയിൽ കൂടെ പോകുന്ന സമയത്ത് ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എൻജിനീയേഴ്സിന്റെ മാർവലസ് കരവരുതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഈ യാത്രയിൽ നമുക്ക് വെല്ലിംഗ്ടണിൽ നിന്ന് കയറിയാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞെങ്കിൽ പറാപ്പറാമു, പാമേഴ്സൺ നോർത്ത്, ഒഹാക്കുനെ നാഷണൽ പാർക്ക്, ടോമറോനി, ഓട്ടോറഹങ്ങ, ഹാമിൽട്ടൺ, പാപ്പക്കൂറ, പിന്നെ ഓക്ലൻഡ്. ഇത്രയും സ്റ്റേഷനുകളാണുള്ളത്. നമ്മൾ പാസ് ചെയ്യുന്നത് കപീറ്റി കോസ്റ്റിൽ കൂടെയാണ്. അതായത് ബിറ്റ്വീൻ പുക്കിക്കുറുവ ബേ ആൻഡ് പൈക്കറിക്കി ബേയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ കിലോമീറ്ററുകളോളം നമ്മളിങ്ങനെ ഒരു ഹാർബറിൽ കൂടെ അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ ഏരിയയിൽ കൂടെ പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനറി തന്നെയാണിത്. അടുത്തതായി നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് രംഗിറ്റിക്കൈ റിവറാണ്. നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്ന സിനിമയിൽ സർ പീറ്റർ ജാക്സൺ ഉപയോഗിച്ചിരിക്കുന്ന ഈ റിവർ തന്നെയാണ്. ഈ റിവറിന്റെ സൈഡും കാര്യങ്ങളുമാണ് നമ്മൾ ആ സിനിമയ്ക്കകത്ത് കാണുന്നത്. അതിന്റെ മനോഹാരിത നമുക്ക് ഒറിജിനലായിട്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ക്ലിഫ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബ്രിഡ്ജുകൾ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എല്ലാം എനിക്കിവിടെ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. പാസ് ചെയ്ത് പോകുമ്പം കാണാൻ പറ്റുന്നത് ഒഹാക്കുനെ, മൗണ്ട് റൂപ്പേക്കു, പക്കപ്പാപ്പ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമുക്ക് വളരെ ദൂരെ നിന്നാണ്, ഒത്തിരി ക്ലോസ് ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. വളരെ ദൂരെ നിന്ന് നമുക്ക് അതിനൊരു നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ നമുക്ക് സ്കൈലൈൻ ഗൊണ്ടോലയുടെയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് വലിയ ഇത് അടുത്തൂടെ അല്ല പോകുന്നത്, എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയയും പിന്നെ അതിൻ്റെ അവിടെ കൂടെ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും. നമുക്ക് കുറച്ച് ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്കൊരു ടെലിസ്കോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായി പോകുന്നത് ടങ്ങിറോറ നാഷണൽ പാർക്കിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഒത്തിരി അത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ സാധിക്കുന്ന വെച്ചാൽ സ്പൈറലായിട്ട് പോകുന്ന പോലെ തോന്നും. അപ്പം നമുക്ക് ഈ റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അത് വലിയ പോളില് വലിയ അഗാധമായ താഴോട്ട് നോക്കിയാൽ വലിയ അഗാധമായ ഗർത്തം പോലെയാണ് കേട്ടോ. അതിന് മുകളിൽ കൂടെ ആ ബ്രിഡ്ജിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്നാന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് തന്നെ നമുക്ക് പോകുന്നത്. അതനുസരിച്ച് നമുക്ക് നന്നായിട്ട് സീന് കണ്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടി ഒരു 60-70 കിലോമീറ്റർ സ്പീഡിലാണ് എപ്പോഴും തന്നെ ഈ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. 100-110 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് അത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതൊരു 60-70 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനൊരു എക്സ്പീരിയൻസ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് റൗറുമു സ്പൈറലാണ്. അത് എന്ന് വെച്ചെങ്കിൽ വളരെ മനോഹരമായിട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ റൗണ്ടായിട്ട് സ്പൈറലായിട്ടാണ് പോകുന്നത്. അതിനകത്ത് ഒത്തിരി വളരെ ബുദ്ധിമുട്ടിയാണ് ഈ എഞ്ചിനീയേഴ്സ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആ ഫീലിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ, ഈ ട്രെയിൻ ഇങ്ങനെ റൗണ്ടായിട്ട് പോകുന്ന പോലെ. പക്ഷേ ചെറിയ സ്പീഡിൽ പോകുന്നത് കൊണ്ടും കുറച്ച് നമ്മൾ ട്രെയിൻ ആണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നമുക്ക് ഫീൽ ചെയ്യത്തൊന്നുമില്ല. നമ്മൾ അതിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നമുക്ക് കാണാം ഇങ്ങനെ റൗണ്ടായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ പാസ് ചെയ്ത് പോകുന്ന വൈക്കാട്ടോ റീജിയൻ ആണ്. ഈ നെക്സ്റ്റ് ഓക്ലൻഡ് ആണല്ലോ. അപ്പം വൈക്കാട്ടോ റീജിയൻ വരെയാണ് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഈ ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ. വൈക്കാട്ടോ കഴിഞ്ഞ് ഒരു പാപ്പക്കുറ വരെയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഫാമിംഗ് ഉണ്ട്. എന്നാലും
നമ്മൾ വൈക്കാട്ട വരെ നല്ല മനോഹരമായിട്ടുള്ള നമുക്ക് കണ്ണിന് നല്ല നന്നായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആ സിറ്റിയുടെ ഫീലിംഗ് നമുക്ക് വന്നു തുടങ്ങും. സൈഡിൽ കൂടെ സിറ്റിയൊക്കെയാണ് പോകുന്നത്, അപ്പോൾ ആ സിറ്റിയുടെ ഫീലിംഗ് വരും. ഇനി സിറ്റി ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ സിറ്റി ഓഫ് സെയിൽസ് ആണല്ലോ പറയുന്നത് ഓക്ലൻഡിന്. അപ്പോൾ കുറച്ചും കൂടെ സെയിലിംഗ് ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ബോട്ടുകൾ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പാപ്പക്കുറ ഇറങ്ങിയത് കൊണ്ട് ഇവിടം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഓക്ലൻഡിന്റെ മനോഹാരിതയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ മനോഹാരിത ഞാനിവിടെ ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഞങ്ങൾ പാപ്പക്കുറ ഇറങ്ങി, അതായത് നമുക്ക് എളുപ്പം പാപ്പക്കുറ ഇറങ്ങിയാണ് നമുക്ക് വീട്ടിലേക്ക് പോരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാപ്പക്കുറ ഇറങ്ങുകയും ചെയ്തു. അതായത് ഈ പുള്ളിക്കാരി ഒരു ഫോൺ എടുത്തോണ്ടിരിക്കും, ഞാനവിടെ കുറച്ചെങ്കിലൊക്കെ നിറച്ച് കിടക്കാം. ഇനി വളരെ മനോഹരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞെങ്കിൽ വെല്ലിംഗ്ടണിൽ കയറുന്ന സമയത്ത് തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ വലിയ തുരങ്കത്തിന്റെ അകത്തൂടെ പോരുന്ന പോലെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇരുട്ടിൽ കൂടെ പോകുന്നുണ്ട്. അത് അത്യാവശ്യം വെട്ടമുണ്ട്, അങ്ങനെയുള്ളൂ കേട്ടോ. തുരങ്കത്തിന്റെ അകത്തൂടെ പോരുകയാണ്. അതുപോലെ തന്നെ പല സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ സ്റ്റേഷന്റെ ഭംഗികൾ കാണാൻ സാധിക്കും. അതുപോലെ വളരെ മനോഹരമായിട്ട് എന്ന് വെച്ചാൽ നല്ല നീറ്റാണ്. ഇത് കൺട്രി സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല നീറ്റാണല്ലോ. പിന്നെ നമ്മൾ ന്യൂസിലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യരെക്കാളും കൂടുതൽ ആളുകളാണെന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആളുകളെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ മേഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകളെ മേയിക്കുന്ന ആൾക്കാരെ കാണാം. പിന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ട്രാക്ടർ കാണാം. കുറച്ച് സ്ഥലമേത്ത് ചെല്ലുമ്പോഴത്തേക്കും പൂക്കൾ, രണ്ട് സൈഡിലും നിറയെ പൂക്കളുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ സീസൺ അനുസരിച്ചും അതിൻ്റെ ഭംഗി മാറുകയും ചെയ്യും കേട്ടോ. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും കുറേ സ്ഥലത്ത് ഇങ്ങനെ പുല്ല് കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. അതായത് സമ്മറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുല്ല് കെട്ടി വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. ഇനി അടുത്തതായിട്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ പക്ഷികൾ കൂട്ടം കൂട്ടമായി പറന്നു പോകുന്നത് കാണാം. അതുപോലെ തന്നെ ട്രാക്ടർ കൊണ്ട് നില ഉഴുതുന്നത് കാണാം നമുക്ക്. ഫോർത്ത് സ്റ്റേഷനാണ്, ഫോർത്ത് സ്റ്റോപ്പായിരുന്നു. Thank you very much for watching our video. സന്തോഷം. നല്ലൊരു ജേർണി ആശംസിക്കുന്നു നിങ്ങൾ പോകുമ്പോൾ. Okay, bye bye.